ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പാണ് ഒടുവിലായിട്ട് ഒരു ഓഡിയോ പോസ്റ്റ് ചെയ്തത്. അതിൽ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അന്ന് വളരെ കൊടുമ്പിരി കൊണ്ട് നടന്നുകൊണ്ടിരുന്ന മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് ആ യുദ്ധമെന്നും അതെങ്ങോട്ടാണ് നയിക്കുന്നതെന്നും ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അതിൽ പറഞ്ഞിരുന്നു. ഇപ്പോഴും അതേ സിറ്റുവേഷൻ തന്നെ നടക്കുന്നു. എന്നാലൊരു വ്യത്യാസമുള്ളത്, നമ്മൾ വാർത്തകളിൽ കൂടി നോക്കി കാണുന്ന കാര്യങ്ങളാണ്. അതായത് ആ യുദ്ധം എങ്ങനെയെങ്കിലും തീർക്കാനായിട്ട് അമേരിക്ക കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാനെ മുഴുവനായിട്ട് നശിപ്പിക്കാനായിട്ട് അവരുടെ അജണ്ടയിലില്ല. അവരെ എങ്ങനെയെങ്കിലും തങ്ങളുടെ പക്ഷത്താക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ആ ഒരു പ്രോസസ്സിൽ പക്ഷേ അമേരിക്കയ്ക്ക് ഇസ്രായേലിനോട് വിശ്വസ്തത പുലർത്താനായിട്ട് കഴിയുന്നില്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ അമേരിക്കയും ഏകദേശം ഇങ്ങനെ ഒരു പാർട്ട് ചെയ്ത് നിൽക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഇറാൻ അവരുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന് എത്രയോ ആക്രമണങ്ങൾ കഴിഞ്ഞിട്ടും അവർ ബാക്ക് ഡൗൺ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വേറൊരു വഴിയുമില്ലാത്തതുപോലെ ഉള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തയിൽ അബ്രഹാം മക്കോട് ബോർഡ് ഓഫ് പീസിൻ്റെ ഭാഗമായിട്ട് ഗാസയിൽ ഹമാസുമായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ അവരുമായിട്ടൊരു സന്ധിയിൽ ഏർപ്പെട്ടതായിട്ടും അതിൽ ഇസ്രായേൽ ഒരു പാർട്ടല്ല എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ചില കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണാം. ഇസ്രായേലിനെ ഫോഴ്സ് ചെയ്ത് ഇത് അംഗീകരിപ്പിക്കാനാണ് അവർ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. അപ്പോൾ ഗാസയിൽ സമ്പൂർണ്ണമായിട്ട് ഇസ്രായേലിൻ്റെ സൈന്യം അവിടുന്ന് വിഡ്രോ ചെയ്യുകയും ഹമാസിനെ ഒഴിപ്പിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഹമാസിനെ ഒഴിപ്പിച്ച് അവിടെ ഡെവലപ്പ് ചെയ്യും എന്ന രീതിയിലാണ് ഈ കാര്യങ്ങളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതെങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വരുന്നതെന്നുള്ളത് നമുക്ക് പിന്നീട് കാണേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ അമേരിക്ക അതിൻ്റെ മിലിറ്ററി പൊസിഷനിൽ വളരെയധികം വീക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മുമ്പ് പലതവണ സൂചിപ്പിച്ചതുപോലെ എൻഡ് ടൈംസിലും ഒരു കൊയലീഷൻ ഇസ്രായേലിനെതിരെ രൂപപ്പെട്ടു വരണം. ആ കൊയലീഷനിലേക്കാണ് ഇത് കാര്യങ്ങൾ പോകുന്നത്. വളരെ സ്പീഡിൽ, വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ഒരുങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 38-39 അധ്യായങ്ങളിൽ വിശദമാക്കിയിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മാഗോഗ് ദേശത്തിൻ്റെ നേതാവായ ഗോഗിൻ്റെ അണ്ടറിലേക്ക് ഈ രാജ്യങ്ങളെല്ലാം അണിനിരക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഏറ്റവും ഒടുവിൽ പ്രശ്നങ്ങളുടെ എല്ലാം ആണിക്കല്ലായിട്ട് ഒരു ചൂണ്ടിക്കാട്ടാൻ പോകുന്നത് ഇസ്രായേലിനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ വലിയ തർക്കത്തിന് ഇടയുണ്ടെന്ന് തോന്നുന്നില്ല. ഒപ്പം തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് പോകുന്നത് വടക്കേ ദേശത്തു നിന്ന് വടക്കു നിന്ന് വരുന്ന റഷ്യയാണ്. റഷ്യയുടെ നേതൃത്വത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആളുകൾ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. എന്നാൽ റഷ്യയുടെ അവസ്ഥ നമുക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റഷ്യ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ കൂടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ റഷ്യ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു എന്ന നിലയിലല്ല, എന്നാൽ വലിയ രീതിയിലുള്ള ഒരു വീക്ക്നെസ് റഷ്യയെ പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ റഷ്യ ഒരു ബാക്ക് ഡൗൺ ചെയ്ത് ഈ ഒരു കൊയലീഷനിലേക്ക് വരണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി റഷ്യ കടന്നു പോകുന്നത്. റഷ്യയുടെ 1 മില്യണിൽ കൂടുതൽ കണക്കുകൾ ചിലതൊക്കെ പറയുന്നത് 12-15 ലക്ഷത്തോളം
റഷ്യയുടെ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ റഷ്യയുടെ ഒരു മേജർ മിലിറ്ററിയുടെ ഒരു മേജർ ഭാഗം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് റഷ്യ ഇപ്പോൾ ഉള്ളത്. ഉക്രൈനും വളരെ മോശമായ കണ്ടീഷനിൽ തന്നെയാണ്. പക്ഷേ ഉക്രൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉക്രൈൻ റഷ്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുമ്പത്തെ കണക്ക് പ്രകാരം റഷ്യയുടെ 7 അയലത്ത് നിൽക്കുന്ന രാജ്യമായിരുന്നില്ല ഉക്രൈൻ. ആ ഉക്രൈനോടാണ് റഷ്യ ഇത്രത്തോളം മിലിറ്ററി സൈന്യപരമായിട്ട് ഇത്രയും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ക്ലിയറായി. പിന്നീട് അപ്പോൾ ഈ ലോകത്ത് പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നതെന്ന് നമുക്കറിയാം. ലോകത്തിന് മുഴുവൻ നേതൃത്വം, ലോകത്തിന് മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക, പ്രത്യേകമായിട്ട് വിശേഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഇന്നത്തെ ലീഡർഷിപ്പ്, അതായത് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി, അത് ആരാണ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മഹദിയാം ബാബിലോണിൻ്റെ തകർച്ചയിലേക്കാണ് ഇത് പോകുന്നത്. ഈ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ, വിശുദ്ധ വേദ പുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ 17-18 അധ്യായങ്ങളിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ 17-18 അധ്യായങ്ങളിൽ പറയുന്ന മഹദിയാം ബാബിലോണിൽ 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നതിൽ ഇത് ഒരു മൃഗത്തിന് മേലിരിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ഈ ബാബിലോണിനെ കാണിക്കുന്നത്. എന്നാൽ ആ മൃഗം ഇതിനെ കടിച്ച് തിന്നു കളയുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മൃഗം എവിടെ നിന്ന് വന്നു? ഈ മൃഗത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് ആ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 13-ാമത്തെ അധ്യായത്തിൽ നമുക്കവിടെ കാണാം ആ മൃഗത്തെ. അതായത് പല ടൈപ്പ് ഈ ബീസ്റ്റുകൾ അല്ലെങ്കിൽ ജീവികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ഒറ്റ ജീവി, അങ്ങനെ ആ ഒരു മൃഗമാണ് ഈ 17-ാമത്തെ അധ്യായത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ആ മൃഗം. അപ്പോൾ ആ മൃഗമാണ് ഈ സ്ത്രീയെ ദ്വേഷിച്ച് അതിനെ തിന്നു കളയുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ അതേ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ മൃഗം ഈ മഹദിയാം ബാബിലോണെ ഇപ്പോൾ തിന്നു കളയുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ശക്തി വളരെയധികം ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട്, അല്ലെങ്കിൽ ക്ഷയിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനാവശ്യമായിട്ടുള്ള യുദ്ധങ്ങളിലും അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക യുദ്ധങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് ഈ സ്ത്രീ ആകുന്ന മഹദിയാം ബാബിലോൺ ക്ഷയിച്ച് വരുന്നതായിട്ട്, അല്ലെങ്കിൽ അതിനെ തിന്നു കളയുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ കാഴ്ചകളാണ്, ഓരോ ദിവസവും ഓരോ വാർത്തകൾ. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവം എത്ര ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഈ കാര്യങ്ങൾ എഴുതി വെച്ചുവെങ്കിലും അനേകർ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ ഉള്ള വീണ്ടുജനനം പ്രാപിച്ചുവെന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് യാതൊരു ഇതിനെക്കുറിച്ചുള്ള ഐഡിയയും കിട്ടാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെപ്പോഴും. ഇവരൊന്നും അമേരിക്ക എന്ന് പറയുന്നത് അനേക വലിയ പ്രവാചകന്മാരും പ്രസംഗകരൊക്കെ പോലും ഈ അമേരിക്കയാണ് മഹദിയാം ബാബിലോൺ എന്ന് സമ്മതിക്കാനായിട്ട് അവരെ കൊണ്ട് കഴിയുന്നില്ല. അവരിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇത് വാഗ്ദത്ത നാടാണ്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വീണ്ടുജന്മം പ്രാപിച്ച ക്രിസ്തീയ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് വേണ്ടിയിട്ടുള്ള ദൈവം ആക്കി വെച്ചിരിക്കുന്ന നാടാണ് അമേരിക്ക എന്ന നിലയിലാണ് ഇപ്പോഴും അമേരിക്കയെ അവർ കാണുന്നത്. ആ ഒരു രീതിയിൽ അപ്പോൾ അമേരിക്കയുടെ വിസ കിട്ടി, അല്ലെങ്കിൽ കാനഡയുടെ വിസ കിട്ടിയാന്ന് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവരാരും തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. ഇവരെല്ലാം ഈ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം ഈ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും നമുക്കൊന്നും അതിൻ്റെ അകത്തൊന്നും മനസ്സിലാക്കാനില്ല എന്ന രീതിയിലാണ്
അനേക ആളുകൾ പ്രസംഗിച്ച് പോരുന്നത്. പിന്നെ കുറേ ആളുകൾ ഈ പറഞ്ഞതുപോലെ അമേരിക്ക ഒഴികെയുള്ള ബാക്കി ശക്തികൾ, അമേരിക്ക ഇസ്രായേൽ ഒഴികെയുള്ള ബാക്കി ശക്തികളും എല്ലാമാണ് ദുഷ്ടശക്തികൾ. അപ്പം അവരെ കൊണ്ട് അവർ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ അവരും ആ വഴി ഇങ്ങനെ പ്രസംഗിച്ച് വരുന്നു. ഇതിലൊന്നും യഥാർത്ഥത്തിലുള്ള ഈ ബാബിലോണിനെയോ എന്താണ് ഈ മാബൂൾ ദേശം, ആരാണ് ഗോഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ സംസാരിക്കാനോ ദൈവാത്മാവിൻ്റെ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നടത്തിപ്പിന് കീഴ്പ്പെട്ട് കൊടുക്കുവാൻ അനേകർ തയ്യാറാകുന്നില്ല. തയ്യാറായിരുന്നുവെങ്കിൽ ദൈവം തമ്പുരാൻ ഇത് പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു. കർത്താവ് എപ്പോഴും തയ്യാറാണ്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും പഠിപ്പിക്കുവാനും എല്ലാം കർത്താവ് എപ്പോഴും തയ്യാറാണ്. പക്ഷേ മനുഷ്യർ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നില്ല, ആളുകൾ അതിന് വേണ്ടി തയ്യാറാകുന്നില്ല. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഇത്തരം ഓഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ എന്താണ് ഹോളി സ്പിരിറ്റ് പഠിപ്പിച്ചതെന്നും എന്താണ് ഈ ലോകത്ത് വന്നിരിക്കുന്ന വലിയ മഹാകഷ്ടം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ് വന്നതെന്നുള്ളതും പറഞ്ഞു. ഇപ്പോൾ ഈ കോവിഡ് വന്നത് തന്നെ, കോവിഡ് പുറത്തു വിട്ട് തന്നെ അമേരിക്കയിലെ ആൻ്റണി ഫൗച്ചിയാണ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് കാണിച്ചു തന്ന് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്, അന്ന് ഓഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ മലയാള പത്രങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ വാർത്തകൾ വരുന്നു. ആൻ്റണി ഫൗച്ചിയെ അവിടെ US കോൺഗ്രസ് വിചാരണ ചെയ്യുന്നു, പുള്ളിക്കെതിരെ കേസെടുക്കുവാനായിട്ട് പോകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്, 6-7 വർഷത്തിന് ശേഷം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ദൈവാത്മാവ് കാണിച്ചു തന്നു കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് മുമ്പ് ഓഡിയോകളിൽ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഇതിൽ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാനൊന്നും അധികം പേരും തയ്യാറായിട്ടില്ല. എന്നാൽ എല്ലാവരും കരുതുന്നത് ഇതെല്ലാം കോൺസ്പിറസി തിയറികളാണ്, ഇതിലൊന്നും സത്യമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ എല്ലാത്തിനും തെളിവുകളോട് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈ വുഹാനിലെ ഈ ബയോളജിക്കൽ ലാബ് വഴി ഈ വൈറസിനെ പുറത്തു വിട്ടത് ഈ ആൻ്റണി ഫൗച്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നും അവരുടെ ഗെയിൻ ഓഫ് ഫങ്ഷൻ റിസർച്ചിൽ അവരുടെ കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നുവെന്നും എല്ലാം ഇപ്പോൾ വരുന്നുണ്ട് പുറത്ത് കാര്യങ്ങൾ. അപ്പോൾ അത് പുറത്തു വിട്ടു. അപ്പോൾ ആ പുറത്തു വിട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്നും നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കാരണം ലോകം മുഴുവൻ വരാൻ പോകുന്ന ഒരു വലിയ പരീക്ഷ, ആ പരീക്ഷ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതിൻ്റെ കുത്തിവയ്പ്പായിരുന്നുവെന്നും ആ കുത്തിവയ്പ്പിൽ അനേകർ വീണുപോയെന്നും എല്ലാം പല രീതിയിലുള്ള എല്ലാം ഒരേപോലത്തുള്ള കുത്തിവയ്പ്പല്ലല്ലോ, പല ടൈപ്പ് കുത്തിവയ്പ്പുകളാണ്. ഓരോന്നിനും പ്രത്യേകതകൾ എന്താണെന്നുള്ളതൊക്കെ നേരത്തെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് നമുക്ക് അറിയാം, അമേരിക്കയിൽ ഈ ബൈഡൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ് അതിൽ ജോ ബൈഡൻ തന്നെ ഇലക്ഷന് തൊട്ട് മുമ്പ് കാണുന്ന ജോ ബൈഡൻ അല്ല ഇലക്ഷന് ശേഷം പ്രസിഡൻ്റായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത്. ആ ഒരു പ്രത്യേകതകളും എല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇലക്ഷന് മുമ്പ് വളരെ വൈബ്രൻ്റായിട്ട് വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിരുന്ന ഒരു പ്രായമുണ്ടായിരുന്നെങ്കിലും ആയിരുന്ന ജോ ബൈഡൻ അവിടുത്തെ ആ കുത്തിവയ്പ്പ് എടുത്തതിന് ശേഷം ആ ബൈഡനെ പിന്നെ ഉറക്കം തൂങ്ങിയായിട്ടാണ് പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആ 4 വർഷവും പൊസിഷനിൽ ഇരുന്നിട്ട് കാര്യമായിട്ടൊന്നും തന്നെ തിരിച്ചൊരു ആക്റ്റീവായിട്ട് ഒരു വർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രസിഡൻറ്റിനെ ആയിരുന്നു ആ 4 വർഷം അവിടെ കണ്ടത്. അപ്പോൾ അതൊക്കെ അവരുടെ ഈ പദ്ധതികളുടെ ഭാഗമായിട്ട്, ഇതിൻ്റെ പുറകിൽ ആരായിരുന്ന അവരുടെ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാനും കണക്കാക്കി അത്രയും കാലഘട്ടം കിട്ടേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ അത് കിട്ടി. അതിനുശേഷം വീണ്ടും 2017 ആദ്യം അധികാരത്തിൽ വന്ന ഈ ട്രംപ് 2021 അധികാരം ഒഴിയുന്നതിന് മുമ്പേ ലോകത്ത് കോവിഡ് വന്നു. കോവിഡിന് മരുന്നായിട്ട് വാക്സിനേഷൻ വന്നു. വാക്സിനേഷൻ എല്ലാം ഓതറൈസ് ചെയ്ത് കൊടുത്തതും സ്റ്റാർട്ട് ചെയ്തതെല്ലാം ഇയാളുടെ ഗവൺമെൻറ് ഇരിക്കുമ്പോഴാണ്, അമേരിക്കയിലും പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം. അതിന് ശേഷമാണ്, അത് കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഈ ബൈഡൻ വരുന്നത്. അപ്പോൾ 4 വർഷം ബൈഡൻ്റെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് കഴിഞ്ഞ വർഷം ആദ്യം തൊട്ട്
ട്രംപ് വന്നിപ്പോൾ 1.5 വർഷമായി. അപ്പോൾ നമുക്കറിയാം ട്രംപിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ആ സമയം തൊട്ട് ഈ ലോകത്ത് അടുത്തൊരു വലിയൊരു മഹായുദ്ധം മിഡിൽ ഈസ്റ്റ് പുറപ്പെട്ടു തുടങ്ങി. അപ്പോൾ ഒരു ഭാഗത്ത് ഉക്രൈൻ റഷ്യയുടെ യുദ്ധം നടക്കുന്നതിന് കൂടെ തന്നെ ഇവിടെ ഈ മിഡിൽ ഈസ്റ്റിൽ മഹായുദ്ധം എന്ന പോലെ ഇങ്ങനെ ഒരു നിയന്ത്രണമില്ലാതെ അല്ലെങ്കിൽ ഒരു തീരുമാനമില്ലാതെ ഇങ്ങനെ പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് ഈ ലോകം മാറി. അതെങ്ങനെയാണ് ഈ ലോകത്തെ ബാധിച്ചതെന്ന് നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് എങ്ങനെയാണ് ബാധിക്കുന്നതെന്നൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ എവിടെയോ നടക്കുന്ന യുദ്ധം നമ്മളാരെയും ബാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ അതിവർഷത്തിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നുപോയ നമ്മുടെ നാടൊക്കെ പെട്ടെന്നാണ് ഗ്യാസ് സിലിണ്ടർ ഇല്ലാതെ പോയി പെട്ടെന്ന് ആളുകൾ ആകുന്നതും വിറകടുപ്പിലേക്ക് മാറുന്നു. അനേക തട്ടുകടകളും കടകളൊക്കെ അടഞ്ഞു പോയതും പിന്നീട് കുറേ മാസങ്ങൾ അവ അടഞ്ഞ് കിടന്നൊക്കെയായിട്ട് നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത്. ഇന്ത്യയുടെയൊക്കെ ഇഷ്ടംപോലെ ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ. പക്ഷേ കമാന്ന് ഒരു അക്ഷരം മിണ്ടാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് കൂടി പോകുന്ന ഒരു സർക്കാരുണ്ട് ഇവിടെ. നേരെ പോയിട്ട് ആ യുദ്ധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നൂരാൻ പറ്റില്ല എന്നുള്ള അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതിലോട്ടൊന്നും അവർ പോകാത്തത്. അതേതായാലും മാറി നിൽക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലൊരു സ്ട്രാറ്റജി. ഏതായാലും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ, കാരണം വേറൊരു ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം അമേരിക്കയാണെങ്കിലും തൊട്ട് പുറകെ നിൽക്കുന്ന ചൈന ഈ കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരു രീതിയിലുള്ള സൈനിക ഇടപെടലും നടത്താതെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഒരു വലിയൊരു മഹായുദ്ധത്തിലേക്ക് ലോകത്തിലെ രാജ്യങ്ങളെല്ലാം ഒരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ പെട്ടെന്നാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം വലിയ രീതിയിലുള്ള ആയുധങ്ങൾ സംഭരിക്കുന്ന ഒരു തിരക്കിലാണ് ഇപ്പോൾ. ഇന്ത്യ ഉൾപ്പെടെ, ഇന്ത്യയും ചൈനയും റഷ്യ ഓൾറെഡി യുദ്ധത്തിലാണ്. റഷ്യ അല്ലാതെ തന്നെ ഭയങ്കരമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. പിന്നെ കൂടാതെ അമേരിക്ക ഇങ്ങനെ ഒരു യുദ്ധത്തിൽ ഓൾറെഡി പോകുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് പറ്റിയ തട്ടുകേടെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയിലെ അനേക റിസോഴ്സസ് അതിനുവേണ്ടി ഉപയോഗിച്ച് വളരെയധികം അമേരിക്കയ്ക്ക് ഒരു ക്ഷീണം സംഭവിച്ചതെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എത്രത്തോളമാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്കറിയില്ല. അതിനെ മറ്റാരെങ്കിലും മുതലെടുക്കുകയോ അമേരിക്ക തന്നെ തിരിച്ച് ആക്രമിക്കാനൊക്കെ ശ്രമിക്കുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും അത്ര ഒരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ ലോകം കടന്നു വന്നപ്പോൾ. വളരെയധികം ഡൈനാമിക്കായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ ലോകത്തിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പ് പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെ കുറച്ചും കൂടി ഇൻറ്റൻസീവായിട്ട് നിൽക്കുന്നു. ഈ മാഗോഗ് യുദ്ധത്തിലേക്ക് ലോകം വളരെ വളരെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന് ആരുമില്ല എന്നൊരു ഘട്ടത്തിലേക്ക് അവർ വരാനായിട്ട് പോകുന്നു. അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് തന്നെ ഇസ്രായേലിനെതിരെ നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്ന വ്യക്തി തന്നെ ഇസ്രായേലിൻ്റെ നേതാക്കന്മാരെയൊക്കെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നതായിട്ടൊക്കെ ഉള്ള വാർത്തകൾ വരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു പഴയ ഒരു ബന്ധമൊക്കെ നിലവിലില്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഈ കാര്യങ്ങളെല്ലാം ഡ്രാസ്റ്റിക്കായിട്ട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്ന അവസ്ഥയിലേക്ക്, അതായത് സഭ ഇത്രത്തോളം വലിയ രീതിയിലുള്ള കഷ്ടത്തിൽ കൂടിയും പ്രയാസത്തിൽ കൂടിയൊക്കെ കടന്നു പോയെങ്കിലും കർത്താവ് സഭയെ കാക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. പ്രത്യേകിച്ച് പിന്നെ കൂടുതലായിട്ട് പറയാനാണ് നമ്മുടെ നാട്ടിൽ തന്നെ അനേക ക്രിസ്ത്യാനികൾ ഇപ്പോൾ എയ്ത്തീസ്റ്റുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇപ്പോൾ കാണുന്നുണ്ട്. എയ്ത്തീസ്റ്റുകളായിട്ട് അനേകർ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം വലിയ അവസ്ഥയിൽ കൂടിയാണ്, വലിയ സിറ്റുവേഷനിൽ കൂടിയാണ് ഈ ലോകം ഇപ്പോൾ കടന്നു പോകുന്നത്, നമ്മുടെ നാടും കടന്നു പോകുന്നത്. അപ്പോൾ വിശ്വാസത്യാഗത്തിൻ്റെ കാലഘട്ടം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമാണ് ആ വിശ്വാസത്യാഗത്തിൻ്റെ കാലഘട്ടം. അനേകർ ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന സമയങ്ങളാണ്. അപ്പോൾ വളരെ ചുരുക്കം പേരെ നമുക്കറിയാം, ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൽ നിന്നൊക്കെ വളരെ ചുരുക്കം പേര് മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 12 പാത്രങ്ങളിൽ നിന്നായിട്ട് 1,44,000 പേരെയാണ് അവിടുന്ന് രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നത്. 2 തവണ പറഞ്ഞിട്ടുണ്ട് 1,44,000. ഒന്ന് പറഞ്ഞിരിക്കുന്നത് മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്.
അവർ സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവർ, അവർ കർത്താവിൻ്റെ പകൽ നിന്ന് പുതിയ പാട്ട് പഠിക്കുന്ന അവർക്കല്ലാതെ മറ്റാർക്കും പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരെല്ലാം കുഞ്ഞുങ്ങളായിട്ട് മരിച്ചു പോയിട്ടുള്ള, കർത്താവിൻ്റെ നാമത്തെ പ്രതി മരിച്ചു പോയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അവർ. അതിനെക്കുറിച്ച് ദൈവജനത വളരെ കൃത്യമായിട്ട് ഗോസ്പലിൽ എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിലൂടെ നീളം കർത്താവിൻ്റെ കൽപ്പന പ്രകാരം കൊല്ലപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അവർ. 1,44,000 പേര്. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന 1,44,000 പേരാണ് ഇസ്രായേലിൽ നിന്ന് രക്ഷിക്കപ്പെടുവാനായിട്ട് ഉള്ളത്. അപ്പോൾ ബാക്കി മഹാഭൂരിപക്ഷം ഇസ്രായേലി ജനങ്ങളും, അതിൽ തന്നെ നമ്മൾ വാർത്തകളിലൊക്കെ നമുക്കറിയാം, ഇവർ അനേകർ ദൈവവിശ്വാസമില്ലാത്തവരും മനസ്സമാന്തരപ്പെടാൻ യാതൊരു സാധ്യതയില്ലാത്തവരുമാണ്. അപ്പോൾ അവരെല്ലാം ഈ ഒരു കഷ്ടത കാഠിന്യം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അവരുടെ ആ ഒരു വലിയ കഷ്ടതയിൽ കൂടി അവർ കടന്നു പോകും. ദൈവത്തിൻ്റെ കർത്താവ് തിരഞ്ഞെടുത്ത ആളുകൾ രക്ഷിക്കപ്പെടും. ആ കൂട്ടത്തിൽ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ജാതികളായ നമ്മളിൽ നിന്നും ഉള്ള ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്ത്യത്തോളം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ട് നിന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആ ഒരു വരവെങ്കിൽ, ആ ഒരു വിളിയിൽ കർത്താവിൻ്റെ ദൈവസന്നിധിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുവരെയും ലോക സംഭവവികാസങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവജനത്തിന് എഴുതാൻ അടിസ്ഥാനത്തിൽ ഉപയോഗിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മൾ കണ്ണും കാതുകളും തുറന്ന് ഹൃദയം തുറന്ന് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അത്ര ഒരു സിറ്റുവേഷനിലേക്ക് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ഡ്രാസ്റ്റിക്കായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോഴത്തേക്കും അപ്ഡേറ്റുമായിട്ട് വരാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.